കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വന്ദനം. ദൈവവചനം പങ്കുവയ്ക്കുവാൻ വീണ്ടും ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യും. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും അനേകർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. തുടർന്നും അങ്ങനെ ചെയ്യണമേ. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇത് കേൾക്കുന്നവർ ഇത് പങ്കുവയ്ക്കണം. അകന്നു നിൽക്കുന്ന ദൈവം എന്ന ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് നാം വായിച്ചത്: എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും ദൈവമേ അങ്ങ് അകന്ന് നിൽക്കുന്നതെന്ത്? ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കാം: മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? വൈ ആർ യു സോ ഫാർ ഫ്രം ഹെൽപ്പിംഗ് മീ? വൈ ആർ യു so far from me? Why are you so far from me? എന്നെ വിട്ട് ഒത്തിരി ദൂരത്തിൽ നിൽക്കാൻ എങ്ങനെ നിനക്ക് കഴിയും എൻ്റെ പിതാവേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. ആ വചനം ജഡമായി തീർന്നതാണ് ക്രിസ്തുവായി ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ മനുഷ്യ വേഷം സ്വീകരിച്ച മശിഹ ക്രൂശിലെ മരണസമയത്ത് പിതാവിനോട് ചോദിക്കുകയാണ്: നീ എന്നെ വിട്ട് ഒത്തിരി ദൂരത്താണോ? എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം നീ നിൽക്കുന്നത്? അകലം വല്ലാത്ത നൊമ്പരം ഉളവാക്കും. ഈ വിദേശ യാത്ര ചെയ്യുന്ന യൗവനക്കാരായ ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കവാറും ഒരാൾ ആദ്യം പോകും, മറ്റേ ആൾ കരഞ്ഞോണ്ട് വീട്ടിലോട്ട് പോകും. എൻ്റെ മക്കൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പപ്പ മമ്മി എന്ന് പറയുന്നവർക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല. ഭർത്താവ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഏറ്റവും അകത്തേക്ക് പോയിട്ട് വീണ്ടും കൈ കാണിക്കും. പിന്നെ കാണാൻ മേൽ എന്നാലും കൈ കാണിച്ചുകൊണ്ടിരിക്കും. ഞാനൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്നയാളാണ്. എയർപോർട്ടിലെ 1-2 സ്റ്റെപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. എന്നാലും ആ അകലം വരുന്നതിൻ്റെ വിഷമം കാരണം തിരിഞ്ഞു നോക്കി ഇങ്ങനെ കൈ കാണിക്കും. അപ്പോൾ ഈ അകലം എപ്പോഴും അസ്വസ്ഥതയുളവാക്കും. എന്നാൽ ഒരിക്കലും അകലാത്ത ഒരു ബന്ധം, അത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയ
ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. അകലാത്ത സ്നേഹിതൻ. ഉറപ്പായി പറയുന്നു, അകലാത്ത ഒരു സ്നേഹിതനേ ഉള്ളൂ, അത് കർത്താവായ യേശു. ഗോഡ് ബ്ലസ് യു.